ഒരു ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആ കോടതിയുടെ ഒരു നിലപാട് എന്തെടുത്തു എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അടുത്ത സെക്രട്ടറി, വരാൻ പോകുന്ന സെക്രട്ടറി എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് അത്തരത്തിലൊരു നിലപാട് പ്രോസിക്യൂഷൻ അനുവാദി കൊടുത്താൽ എന്താ കുഴപ്പമെന്നുള്ളത് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനെന്താ കുഴപ്പമുള്ളത്? അയ്യോ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കണ്ട. കോടതിക്ക് എല്ലാ ആദരവും കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും, എല്ലാ കാലത്തും. അതിലല്ലേ ഗവൺമെന്റ് മറുപടി പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ തെളിവെന്നുള്ളൊരു വാക്ക് അതിൽ വരുന്നില്ല. ഇല്ല, പ്രൈമാ ഫേസി എവിഡൻസ് എടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. ഞാൻ അതുപോട്ടെ, അതിനെക്കുറിച്ച് ചർച്ച വേണം, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ റെക്കോർഡ്. ഞാനൊരു കാര്യം വ്യക്തമാക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ 3 വർഷക്കാലം അല്ലെങ്കിൽ 3.25 വർഷക്കാലം ഇരുന്ന ഞാൻ 10 വർഷക്കാലത്തെ അന്വേഷണത്തിൽ നിങ്ങൾ ഇപ്പോൾ വാർത്തകളായി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രൊജക്ഷന് അന്യായമാണെന്ന് ഞാൻ പറയണ്ടേ? നിങ്ങളുടെ നിലപാടുകളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തതുമില്ല. പക്ഷേ ആ 10 വർഷത്തെ അന്വേഷണത്തിൽ 3 വർഷം ഈ സ്ഥാപനത്തിൽ ഇരുന്ന ഒരാളിനെ, അതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പൊതുപ്രവർത്തകനായതുകൊണ്ടാണെന്ന് എനിക്കറിയാം, അതിന് തർക്കമില്ല. പക്ഷേ അത് കോടതിയുടെ പെർമിഷന് വേണ്ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കുന്ന ഓർഡറിനകത്ത് ഗവൺമെന്റ് വ്യക്തമാക്കിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നമ്മുടെ സംഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സംഘടനയാണ്. സംഘടന തീരുമാനിച്ചോളൂ. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ലല്ലോ. ഞാൻ തീരുമാനിക്കും. തീരുമാനിക്കേണ്ട രീതിയിൽ കേന്ദ്ര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടേ തീരുമാനിക്കുകയുള്ളൂ. ഒരതൃപ്തിയില്ല. ഞാൻ പറഞ്ഞ, ഞാനല്ലേ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, ഞാനാണല്ലോ. ഒരതൃപ്തിയില്ലെന്ന് മാത്രമല്ല, ആ പ്രോസിക്യൂഷൻ അനുവാദം കൊടുത്ത് ഗവൺമെന്റ് ഉത്തരവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏത് പ്രശ്നത്തിൽ? ഏത് ചോദ്യം? ഇതിൽ ധാർമ്മികതയുടെ പ്രശ്നമല്ല, ഒരു സംഘടനയുടെ പ്രശ്നമാണ്. ആ സംഘടനയിൽ ആര് നിൽക്കണം, ആര് പോകണം, ആർക്കെതിരെ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സംഘടനയാണ്. അല്ലാതെ സംഘടന തീരുമാനിച്ചോളും, ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണോ മനസ്സിലാക്കിയേക്കുന്നത്? അല്ല, അങ്ങനൊന്നും അല്ല. അത് അറിയാതെ അത് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനൊന്നുമല്ല. ഓക്കെ. അല്ല, ഇതൊന്നും ഇപ്പം നിങ്ങളത് ഒന്നുകൂടെ പരിശോധിക്കുക. ആരുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങൾ വരാറില്ലേ? പ്രതികള് 3 പേര്. ആരൊക്കെയാ? 4 പേരുണ്ടായിരുന്നു, ഒരാൾ മരിച്ചത്. എനിക്കറിഞ്ഞൂടാ. അതിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെ വന്നു? നിങ്ങളോട് ഞാൻ ചോദിക്കാതല്ലേ. 10 വർഷത്തെ ഒരു കേസ് വരുന്നു, ഒരു റിപ്പോർട്ട് വരുന്നു. അതിൽ 3 വർഷം ഇരുന്ന് ഞാനാണോ 1-ാം പ്രതി, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ പ്രതി? നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അതൊക്കെ വേറെ, അത് നിയമപരമായിട്ട് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ വാർത്തകൾക്ക് കോടതി പോയി ചോദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. വിചാരണ നേരിടുമല്ലോ, ആരായാലും വിചാരണ നേരിടണം. അതിനെന്താ കുഴപ്പമുള്ളത്? ഒരു കടന്ന കൈയല്ലേ ചോദ്യം. മൂന്നേകാൽ വർഷമാണ് ആർ ചന്ദ്രശേഖരൻ അവിടെ ചെയർമാനായിട്ടിരുന്നത്. ഈ കാലയളവിൽ ആകെ അവിടെ പർച്ചേസ് ചെയ്ത തോട്ടണ്ടി എന്ന് പറയുന്നത്
224 കോടി രൂപയുടെ തോട്ടണ്ടിയാണ്. 1 രൂപയുടെ തോട്ടണ്ടി പോലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ തോട്ടണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ തോട്ടണ്ടി അവിടെ പ്രോസസ്സ് ചെയ്ത് വിൽപ്പന നടത്തിയതിലൂടെ കോർപ്പറേഷൻ ഉണ്ടായ വരുമാനം 430 കോടിയാണ്. ഇദ്ദേഹം ഇരുന്ന കാലയളവിലുള്ള നഷ്ടമെന്ന് പറയുന്നത് മറ്റുള്ള ഇവർ ഇരുന്നിട്ടുള്ള കാലഘട്ടത്തിനേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു നഷ്ടമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ കണക്കുകളിലുള്ളതാണ്, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം ഇവിടെ ചോദിക്കുന്നത്, ഇത് ചന്ദ്രശേഖരൻ ഈ സർക്കാർ അനുമതി ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനിവാര്യമാണോ അല്ലേ എന്നുള്ളതാണ്. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഏത് സർക്കാരിന്റെ അനുമതി വേണ്ടത്? ഏതെങ്കിലും സർക്കാരിന്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടോ? കാരണം ചന്ദ്രശേഖരൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല. ഏതോ ഒരാള് ഇതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാൾ പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സർക്കാരിന്റെ അനുമതിയുടെ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്, ഒരു ഇടതുപക്ഷ അത് വ്യാഖ്യാനങ്ങളും വാർത്തകളൊക്കെ നിരവധി വന്നിട്ടുണ്ട്. ഒരു കടലാസ് പോലും ഏതെങ്കിലും ഗവൺമെന്റ് മുമ്പിൽ കൊടുക്കുകയോ ഏതെങ്കിലും മന്ത്രിമാർക്ക് കൊടുക്കുകയോ ഏതെങ്കിലും മന്ത്രിമാരെ പോയി കണ്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഈ നിമിഷം വരെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വാഗതം ചെയ്തു. കാരണം ഈ പ്രോസിക്യൂഷൻ നടപടിയെ INDUC ഒരിക്കലും ഭയക്കുന്നില്ല. INDUC സംസ്ഥാന കമ്മിറ്റിയെ പറ്റി ചോദിച്ചു. INDUCയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് നിരവധി പ്രാവശ്യം ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, തുറന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൽ ആർ ചന്ദ്രശേഖരൻ 1 രൂപയുടെ പോലും അഴിമതി നടത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരു കാരണവശാലും ചന്ദ്രശേഖരനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ചന്ദ്രശേഖരൻ പൂർണ്ണമായിട്ട് നിരപരാധിയാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. INDUC സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പറയുകയാണ്, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനങ്ങളുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് ഭയമില്ല. പക്ഷേ ആരോപണങ്ങളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും, അത് ചർച്ചകൾ നടക്കും, അത് കോടതിയിൽ കൊടുക്കും. കോടതികൾ വിചാരണ ചെയ്യട്ടെ, കോടതി പറയട്ടെ. എത്രയോ കേസുകൾ രാജ്യത്ത് നടക്കുന്നു, ഈ സംസ്ഥാനത്ത് നടക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആന്ധ്ര അരി കുംഭകോണം മന്ത്രി ഇങ്ങോട്ട് കിടക്കുകയല്ലേ ഇഷ്ടം പോലെ. അത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, ഭരണകൂടത്തിനെതിരെ, മുഖ്യമന്ത്രിമാർക്കെതിരെ എത്രയോ വന്നിരിക്കുന്നു, നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു പാർവതീകരിച്ച് നമ്മൾ പറയുക എന്ന് പറയുന്നതും വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നതും വളരെ വേദന ഉണ്ടാക്കുന്നത്. ഞങ്ങൾ INDUC കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതുണ്ട്. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പേര് മാത്രം വെണ്ടക്കാക്ഷരത്തിൽ, ഏത് പത്രം എന്ന് ഞാൻ പറയുന്നില്ല, വെണ്ടക്കാട്ട് നേരം എടുത്ത് നോക്കുമ്പോൾ ഇതാണ്. പൊട്ടെ ഒരു വാർത്തയാവാം, 2 വാർത്തകൾ വരുന്നു. ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് എവിടെയാ പറയുന്നേ? ചന്ദ്രശേഖരൻ എന്ത് ചെയ്തു അവിടെ? ഏത് ഏജൻസിയാ പറയുന്നത്? ചന്ദ്രശേഖരന്റെ വീട്ടിൽ പരിശോധന നടത്തി CBI എന്ത് കിട്ടി? അതൊക്കെ ട്രയൽ കോടതി ചെയ്യേണ്ടതാണ്. അതിലേക്കൊന്നും വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ വളരെ ആധികാരികമായിട്ട് പറയുന്നു, ചന്ദ്രശേഖരൻ 224 കോടി രൂപയുടെ പർച്ചേസ് മാത്രം നടത്തിയിട്ടുള്ള ചന്ദ്രശേഖരൻ, തന്റെ പിന്നീട് നടത്തിയിട്ടുള്ള ചന്ദ്രശേഖരൻ ഈ കേസിൽ പൂർണ്ണമായിട്ടും നിരപരാധിയാണ്. 1 രൂപയുടെ അഴിമതി പോലും അദ്ദേഹം ആ സ്ഥാപനത്തിൽ നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് INDUCക്കാരെ സംബന്ധിച്ചിടത്തോളം, INDUC യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങൾ ചന്ദ്രശേഖരന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കും. സ്ഥാനമാനങ്ങളൊന്നും മാറ്റാനായിട്ട് ആരും നോക്കണം. അതൊക്കെ ഞങ്ങൾക്ക് സംഘടനാപരമായ ചില സംവിധാനങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ള ആളാണ് ആർ ചന്ദ്രശേഖരൻ. ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതല്ല. 2012-ലും 2016-ലും 2022-ലും ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് ആർ ചന്ദ്രശേഖരൻ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത്. അത് പോട്ടെ, അതങ്ങനെ നടക്കുന്നത്, അത് സംഘടനാപരമായ ഞങ്ങളുടെ കാര്യം. പിന്നെ മറ്റുള്ളവരെന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ദേശീയ കമ്മിറ്റിയാണ് അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കണം. അദ്ദേഹം ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പങ്കെടുത്തവരാ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ. അവിടെ 28-ാം തീയതി അവിടെ ഈ വക ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. INDUC കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഈ വിഷയത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അത് നിങ്ങളെ അറിയിക്കണം. നമ്മൾ സമയാസമയങ്ങളിൽ കേരള INDUCയുടെ സംസ്ഥാന കമ്മിറ്റി കൂടാറുണ്ട്, ജനറൽ ബോഡികൾ കൂടാറുണ്ട്, ജില്ലാ കമ്മിറ്റികൾ പീരിയോഡിക്കൽ മീറ്റിംഗ് നടത്താറുണ്ട്. പണ്ട് ചില ആളുകൾ കൊണ്ടു നടന്നവരൊന്നുമല്ല, കൃത്യമായ രേഖകളും കേന്ദ്ര വെരിഫിക്കേഷന് പ്രാപ്തമായ ഒരു സംഘടനയായിട്ടാണ് കേരള INDUC ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ചില ആൾക്ക് ഇതിനകത്ത് വരാൻ പറ്റാതെ വരുന്നത്. ഞങ്ങളുടെ ഒന്നും കുറ്റമല്ല. വരാൻ പറ്റാത്തവരാണ് അവിടെ ഇവിടെ നടന്ന് വിമതന്മാരാണ് പ്രകടനം നടത്താൻ നോക്കുന്നത്. പ്രകടനം നടത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, ബോധക്കേട് വരുന്നു,
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുസ്ഥാപിതമായ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾ എതിർക്കുന്നത് ശക്തമായി നിൽക്കുന്ന CIT പ്രസ്ഥാനത്തോടാണ്. സ്വാഭാവികമായിട്ടും നമുക്കും അതുപോലെ തന്നെ ശക്തമായി നിന്നേ പറ്റുള്ളൂ. BMS-നോടാണ്. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപടികളോട് ഒന്നിച്ചു നിന്നും വെവ്വേറെയും നമ്മൾ എതിർക്കുന്നവരാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. അല്ലാതെ ഈ സഹോദരി പറഞ്ഞ പോലെ എന്നാ പിന്നെ അങ്ങനെ ഒഴിഞ്ഞൂടാ, ധാർമ്മികത വെച്ച് ഒഴിഞ്ഞൂടെ. ഒരു എലക്ടഡ് ബോഡിയാണ്, തീരുമാനം എടുക്കട്ടെ, എടുക്കേണ്ടവരെടുത്തോളൂ. നമ്മൾ അങ്ങനൊന്നും കുറ്റപ്പെടുത്തി പറയുന്നതല്ല കേട്ടോ. എന്റെ പത്രസമ്മേളനം ഇന്നും ഇന്നലെ തുടങ്ങിയാൽ എല്ലാവരോടും പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാറുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാനും ഉൾക്കൊള്ളാറുണ്ട്. അവിടെ തീരട്ടെ പ്രശ്നം. ഓക്കെ, താങ്ക് യു. ഞാൻ പല പ്രാവശ്യം ഇവിടെ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്കതിന് എന്നോട് വ്യക്തിപരമായ ഒരു വിരോധം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലും ഉള്ള ആളല്ല. അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്താണെന്ന് കാര്യം എന്നുള്ളത്. ഒരു ഫിനാൻസ് സെക്രട്ടറിക്ക് R. ചന്ദ്രശേഖരനോട് എന്ത് വിരോധമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ ഈ കാശ് അതോടെ പറഞ്ഞേക്കാം. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സത്യശീലനടക്കം, അദ്ദേഹമാണ് INTUC പ്രതിനിധി, സത്യശീലനടക്കം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാനായിട്ട് അവരെല്ലാം കൂടെ വിട്ടു. അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. കൊല്ലം DCC പ്രസിഡന്റും ബോർഡ് മെമ്പറുമായ സത്യശീലനടക്കം എല്ലാ പൊളിറ്റിക്കൽ മെമ്പേഴ്സും കൂടി അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഈ വിഷയമാണ് പറയാൻ വന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കസേര മുമ്പോട്ട്, ഇപ്പൊ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന പോലെ ഇരിക്കുന്ന ഞാൻ കസേര തിരിച്ച് ഭിത്തിയിലോട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് എന്താ മറുപടി പറയണം എനിക്കറിഞ്ഞൂടാ. നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എനിക്കറിഞ്ഞൂടാ. കാരണം അതൊന്നും ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. ഞാനില്ല അതിന്. ഞാൻ അവസാനം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ഭിത്തിക്കോട് നോക്കിയിരിക്കുന്നു. ചെന്ന ആളുകള് നിസ്സാരക്കാരൊന്നും അല്ലല്ലോ, എല്ലാവരും ഒന്നും കൊള്ളക്കാരൊന്നും അല്ലല്ലോ. ചെന്ന ആളുകള്, ജനപ്രതിനിധികളായി ചെന്ന ആളുകള്, അദ്ദേഹത്തിന്റെ പുറവശം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കയറി ചെല്ലുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല. താല്പര്യമില്ല, നമുക്ക് പോവാം. വെറുതെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പുറവശം കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്ത് കിട്ടാന്? അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ചില വിരോധങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു നിലപാടെടുക്കാവുന്ന ഒരു സ്ഥാപനമാണോ അതൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്? അല്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എവിടെ ചെന്ന് നിന്നും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ വിട്ടുവന്നിരിക്കുന്നു. അറിയില്ല, എനിക്കറിയില്ല. അത് അദ്ദേഹം ഇരുന്നുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗവൺമെന്റ് കൊടുക്കുക. ഗവൺമെന്റ് ഒരു ഫിനാൻസ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനും വല്ല അധികാരം ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം ഉണ്ടെന്നേ, ഈ പ്രോസിക്യൂഷൻ അനുമതി R. ചന്ദ്രശേഖരന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് എന്തിനാണ് സർക്കാരിന്റെ അനുമതി? അല്ല, KLVSന് അനുമതി ഗവൺമെന്റിന് അതുകൊണ്ട് അന്ന് ആ സമയത്തേ ഉള്ളൂ. അല്ല, ഞാൻ പ്രശ്നം എന്തറിയോ, ആ സമയത്തിരിക്കുന്ന ഉത്തരവാദിത്വമുള്ള സമയത്താണെങ്കിൽ അതിന് അനുമതി വേണം. ഞങ്ങൾക്കും നിയമോപദേശം ഉണ്ടല്ലോ, അനുമതി വേണം. അല്ലാത്തിടത്ത് അനുമതി വേണ്ട. പക്ഷെ കോടതി എടുത്തേക്കുന്ന നിലപാട്, ഈ 3 പ്രതികൾ, 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ മരണപ്പെട്ടു പോയി, സഖാവ് കാസിം. അതുകൊണ്ട് 3 പേരുടെയും കാര്യത്തിലാണ് കോടതിയിലേക്ക് അനുവാദം ഗവൺമെന്റിലേക്ക് ചോദിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റ് മറുപടി പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നേരത്തെയുള്ള കത്തുകളിലും അങ്ങനെയാണ്. അതുകൊണ്ട് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ്. നമ്മൾ അതിനകത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.